മാന്യ പ്രേക്ഷകരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നമുക്ക് ചിരിക്കണോ കരയണോ എന്നുള്ളതാണ് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. ഈ ധൈര്യം ഞാൻ എന്റെ ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ഒരു വീഡിയോ കഴിഞ്ഞ മണിക്കൂറിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന സന്യാസി വര്യൻ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ലവ് യു മമ്മദൂ, ലവ് യു മമ്മദൂ എന്നും പറഞ്ഞ് നമ്മുടെ മദ്രസ പൊട്ടന്മാര് പുതിയൊരു കലാപത്തിന് തീ കൊളുത്തി തുടങ്ങിയിട്ടുണ്ട്. ലവ് യു മമ്മദൂ. ഈ മമ്മൂഞ്ഞ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ജബ്ബാർ മാഷായാലും ജാമിദ ടീച്ചർ ആയാലും ആരിഫ് ഹുസൈൻ സാർ ആയാലും ഇവരൊക്കെ കൃത്യമായിട്ടും ഇന്ന് ലോകത്തിനൊന്നടങ്കം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഓരോ മലയാളിക്കും അറിയാം ഞമ്മന്റെ ഈ ലവ് യു മമ്മദ്, ഈ ലവ് യു മമ്മദിൽ ഈ മമ്മൂഞ്ഞ് എന്താണെന്ന് കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ട് എങ്ങനെയാണ് ഭാരതം എന്ന് പറയുന്ന എന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പെറ്റമ്മ, ഈ പെറ്റ നാടിൽ കലാപത്തിന് ആസൂത്രണം ചെയ്യുക എന്നുള്ളതിന് ഓരോ കാലത്തും ഓരോ വഴികളുമായിട്ട് ജിഹാദികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പുതിയൊരു വഴിയാണ് ലവ് യു മമ്മദൂ എന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ തീ കൊളുത്തിയിട്ടുള്ള ലവ് യു മമ്മദൂ ക്യാമ്പയിൻ. എന്തായാലും ഈ വിഷയമായാലും മറ്റൊരു കാര്യമാണ്, നമ്മൾക്കറിയാം RSS എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാതൃ സംഘടനയുടെ 100ാം വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ആഘോഷ നാളിലാണ് നമ്മൾ. ഈ 100ാം വയസ്സിലെ ഈ ആഘോഷത്തിന് പൊലിമ കുറയ്ക്കാൻ വേണ്ടി വഖഫ് ബോർഡ് എന്ന് പറയാൻ പറ്റില്ല, വഖഫ് ബോർഡ് എന്ന് പറയുന്ന ആ ദുഷ്ട നിയമമുണ്ടല്ലോ, ദുഷ്ട ഡാഷുകൾ ഉണ്ടല്ലോ, ജിഹാദികൾ. ഈ ജിഹാദികൾ അതിനെതിരെ കോടതിയിൽ നിന്നൊക്കെ ഉത്തരവ് വന്നതിനെതിരെ ഒരു ഭാരത ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് RSSന്റെ 100ാം വയസ്സ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ സുദിനത്തിൽ തന്നെയാകുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭാരത ബന്ദ് എന്ന് പറഞ്ഞാൽ, ബന്ദ് പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളൊക്കെ ബന്ദ് എന്ന് കേട്ടാൽ പിന്നെ ഒരു കുപ്പിയും 2 ചിക്കൻ പീസും വാങ്ങി വീട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മലയാളികൾ, മണ്ടൻ മലയാളി. എന്നിട്ട് അവന്റെ പേരാണ് പ്രബുദ്ധ മലയാളി. സ്വയം ഇട്ട് വിളിക്കുന്ന, എന്റെ പേര് ഞാൻ വിളിക്കുന്ന പേര് വിമൽ കുമാർ റാണി എന്ന് കുഞ്ഞിക്കോനിൽ ദിലീപ് എന്ന് പറയുന്ന ആ നടൻ പറയുന്ന പോലെ തന്നെ. എന്തായാലും ഈ വിഷയങ്ങൾക്കെതിരെയൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജാമിദ ടീച്ചറൊക്കെ വിളിക്കുന്ന പെനോയിൽ രമേശൻ എന്ന പേരിലൊക്കെ വിളിക്കുന്ന, എന്നാൽ ഞാൻ അങ്ങനെയൊന്നും വിളിക്കാറില്ല കേട്ടോ അദ്ദേഹത്തിന് ബ്രഹ്മാനന്ദ തീർത്ഥ എന്ന് പറയുന്ന സ്വാമി. എനിക്കെതിരെയൊക്കെ ഒരുപാട് വീഡിയോ, എന്നെ വളരെ അശ്ലീലവൽക്കരിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള, എന്റെ വീട്ടിലുള്ള അമ്മയായാലും എല്ലാവരും ഒക്കെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു കാവിധാരിയാണ്. എനിക്ക് അദ്ദേഹത്തോടോ അല്ലെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോയുടെ മുക്കുമൂലയൊക്കെ കട്ടെടുത്തുകൊണ്ട് വീഡിയോ ഇട്ട് റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളോടൊന്നും എനിക്ക് വിരോധമില്ല. വേണമെന്നുണ്ടെങ്കിൽ അവനൊക്കെ വെറും ഒരു മിനിറ്റ് കൊണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് അവന്റെ ചാനൽ പൂട്ടിക്കാൻ നമ്മൾക്ക് അറിയാത്തത് കൊണ്ടല്ല. കാരണം ഇതിന്റെ ടെക്നിക്കൽ പാർട്ട് പൂർണ്ണമായിട്ട് അറിയാം. മാത്രമല്ല നമ്മുടെ CMS ടീമൊക്കെ അത് പറയാറുണ്ട്. നമ്മുടെ വീഡിയോയുടെ ചെറിയൊരു ഭാഗം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് അപ്പീൽ ചെയ്ത് അവന്റെ ചാനൽ പൂട്ടിക്കാൻ പറ്റുമെന്നുള്ളത്, 3 സ്ട്രൈക്ക് കൊടുത്താൽ ചാനൽ പൂട്ടും എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ ഇവരോടൊക്കെ പറയാറുള്ളത് എന്തെന്നറിയാമോ? ഇവൻ നമ്മുടെയൊക്കെ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തെറി വിളിച്ചിട്ടായാലും വേണ്ടില്ല, ഇവന്റെ വീട്ടിലുള്ള ഇവന്റെ അമ്മയുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ, ഇവന്റെ ഭാര്യയുണ്ടല്ലോ, ഇവന്റെ മകളുണ്ടല്ലോ, മകനുണ്ടല്ലോ, ഇവന്റെ സഹോദരി ഉണ്ടല്ലോ, ഇവരൊക്കെ ഞം തിന്നണത് നമ്മളെ തെറി വിളിച്ചിട്ടും നമ്മുടെ വീഡിയോ കട്ടെടുത്തിട്ടും ഒക്കെയാണല്ലോ. തിന്നട്ടെ നല്ലോണം സ്പൂൺ എടുത്ത് തിന്നട്ടെ എന്നേ പറയാറുള്ളൂ. ഒരിക്കലും അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് അവരുടെ ചാനൽ പൂട്ടിക്കാൻ പാടില്ല. തിന്നട്ടെ ആ ആശയമാണ്. അത്തരത്തിൽ ഈ ബ്രഹ്മാനന്ദ സ്വാമി എനിക്കെതിരേക്ക് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ആളൊക്കെയാണ്. എന്നിരുന്നാലും അദ്ദേഹം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. ചീത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞോട്ടെ, അത് അദ്ദേഹത്തിന്റെ ആ ഒരു വേ ആണ്. ആ വേയിലൂടെ അങ്ങനെ പോട്ടെ. അതൊന്നും നമ്മളുടെ ഭാഗമല്ല. നമ്മൾ അതിനെ പറ്റി ബോധേടാവാറുമില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് മക്കളെ. ഞമ്മന്റെ ജിഹാദി പൊട്ടന്മാർ RSSകാരെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൂട്ടി തൂറും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കേട്ടു നോക്കാം, ഗംഭീരമാണ്. ഒരു വാക്ക് പോലും കളയാനില്ല. ഗംഭീരമായിട്ട് പൂർണ്ണമായിട്ടും കേൾക്കാം. പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്നവർ, പ്രത്യേകിച്ചും ഇന്ത്യയില് മതസ്പർദ്ധ വളർത്താൻ നടക്കുന്നവര്, മത തീവ്രവാദ കൈയാളുന്നവര്, അത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങള്, അതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നവര്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായിട്ട് പരസ്യമായിട്ട് 2-3 കൂട്ടന്മാർക്കാരെ വിലയിരുത്തിയവര്, അതിലൊന്ന് മുസ്ലിങ്ങൾ. ഇവിടെ ഇന്ത്യയില് ഭരിക്കുന്നവരാണ് ഇപ്പോൾ BJPക്കാര്, RSSകാര് അഥവാ സംഘപരിവാറുകാര്. അവർക്ക് രാഷ്ട്രീയ ബലമുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തില് അഥവാ ഈ സാഹചര്യം മാറി വരുന്നത് വരെ ആരാണ് സംയമനം പാലിക്കേണ്ടത്?
സമീപനം പാലിച്ചില്ലെങ്കിൽ എന്താണ് അതിന്റെ ഭവിഷ്യത്ത്? അത് ചിന്തിക്കാൻ ശേഷിയുള്ള ആളുകള് ഏതൊരു പ്രസ്ഥാനത്തിനാണ് ഇല്ലാത്തത്? വിജയദശമി ദിവസമാണ്. നവരാത്രി കഴിഞ്ഞ് വിജയദശമി ദിവസമാണ് ഒക്ടോബർ 2-ാം തീയതി. ഒക്ടോബർ 2-ാം തീയതിക്ക് അഥവാ വിജയദശമി ദിവസത്തിന് വലിയ പ്രാധാന്യം ഹിന്ദുക്കൾ കൊടുക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കാൻ ആ ദിവസമാണ് അവര് തിരഞ്ഞെടുക്കുക. ശ്രീരാമചന്ദ്ര മഹാപ്രഭു രാവണനെ വീഴ്ത്തിയത് വിജയദശമി ദിവസമാണെന്നാണ് ഐതിഹ്യം. അങ്ങനെ പല ഐതിഹ്യങ്ങളുമുണ്ട് അവതാര പുരുഷന്മാരായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു ദിവസമാണ്. ഇന്നേക്ക് 100 വർഷം മുൻപാണ് നാഗപ്പൂരില് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറും അദ്ദേഹത്തിന്റെ കുറച്ച് കൂട്ടാളികൾ, 5 or 6 കൂട്ടാളികളും ചേർന്ന് നാഗപ്പൂരില് രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിച്ചത്. അതിന്റെ 100-ാം വാർഷികമാണ് ഒക്ടോബർ 2-ാം തീയതി. അതിന്റെ ആഘോഷം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്നതാണ് കേട്ടിട്ടുള്ളത്. ഒക്ടോബർ 2-ാം തീയതി ദശമിയാണ്. അവിടെ ആരംഭിക്കുകയാണ് അവരുടെ ആഘോഷങ്ങൾ. 100-ാം വാർഷികത്തിന്റെ അത് സംബന്ധിയായിട്ടുള്ള കാര്യക്രമങ്ങൾ. ആ സമയത്താണ് ആ ഒരു സന്തോഷകരമായ RSSകാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള അവർ കാലങ്ങളായിട്ട് കാത്തിരുന്ന ആ ദിവസത്തിന്റെ പിറ്റേ ദിവസം, അഥവാ പിറന്നാളിന്റെ പിറ്റേ ദിവസം, പിറന്നാൾ ആഘോഷം തുടങ്ങുന്ന ദിവസം തന്നെ ആ ഒരു സാഹചര്യത്തിന്റെ മേലെ ചെളി വാരി എറിയുന്നത് ഭാരത് ബന്ദ്. എന്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ന്യായീകരണങ്ങൾ പലതുമുണ്ട്. പക്ഷേ തിരുവോണ ദിവസം LDF UDF ബന്ധം പ്രഖ്യാപിച്ചതിന്റെ അർത്ഥം എന്താ? എത്ര വലിയ പ്രശ്നമാണെങ്കിലും അപ്പൊ ആൾക്കാരെന്താ പറയുക? ഹിന്ദുക്കളുടെ മേലെ. അല്ലെങ്കിൽ വലിയ പെരുന്നാൾ ദിവസം, ചെറിയ പെരുന്നാൾ ദിവസം ബന്ധം പ്രഖ്യാപിച്ചാലും അത് എന്തിന്റെ പേരിലാണെങ്കിലും ആ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ക്രിസ്മസ് ദിവസം ബന്ധം പ്രഖ്യാപിച്ചാലും. അപ്പൊ ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘക്കാര് അവിടെ ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസത്തില് ഭാരത് ബന്ധം പ്രഖ്യാപിച്ചത് തീർത്തും പ്രകോപനപരമാണ്. ഇനിയിപ്പോ അങ്ങനെ ഒരു ദിവസം ഓർമ്മയിലില്ലാത്തതുകൊണ്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് ഒരു വ്യക്തിയുടെ കാര്യമല്ല, വലിയൊരു പ്രസ്ഥാനമാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. അവരെ ദിവസം 2-ാം തീയതി അവര് അത് വിജയദശമിയാണെന്ന് അറിയാത്തത് കൊണ്ടോ 3-ാം തീയതി ഈ ഒരു ബന്ധം നടത്തുന്നത് തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ടോ അല്ല. അങ്ങനെ നടത്തിയാൽ എന്താ എന്നാണ് ചോദ്യം. പ്രശ്നമുണ്ടാകും, ഇത് പ്രകോപനപരമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല അവർ ചെയ്യുന്നത്. പിന്നെ പെട്ടെന്നുണ്ടായ വലിയൊരു പ്രശ്നം, ഒരു കൂട്ടക്കൊലയോ അല്ലെങ്കിൽ ബോംബിങ്ങോ അല്ലെങ്കിൽ അവരുടെ കേന്ദ്ര കാര്യാലയം തകർത്തതോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ നേതാവിനെ കൊല ചെയ്തതോ ആയിട്ടുള്ള കാര്യമല്ല. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടും ചെയ്യാം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയാണത്. അതിനെതിരെയാണ് ഭാരത ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡാണത്. ഒക്ടോബർ 3-ന് ഭാരതം ക്ലോസ് ആക്കാൻ പോവുകയാണ്. ബന്ദാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. प्रोडक्ट स्टैक करते जाओ, कमीशन बैक करते जाओ with YouTube shopping. 100% ഉറപ്പാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് മുസ്ലിങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ബന്ദ് വിജയിപ്പിക്കാതിരിക്കാൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത് സംഘപരിവാറായിരിക്കും. ഒന്ന്, അവർക്ക് മുസ്ലിങ്ങൾ എല്ലാ മുന്നേറ്റത്തിനും തടസ്സമിടുന്ന ഒരു ഇസ്ലാമോഫോബിയ രോഗമുള്ളവർ. 2, വിജയദശമിയുടെ തൊട്ടടുത്ത ദിവസം വിജയദശമി ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ 100-ാം വാർഷികത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങുന്നു. ഇതിനിടയിൽ കൊണ്ട് ഇങ്ങനൊരു കാര്യം കൊണ്ടുവച്ചത് അവർക്ക് എല്ലാവരും പറയാൻ കഴിയും, നോക്കൂ, ഇത് ഞങ്ങളെ ആവശ്യമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന്റെ വാൽ പിടിച്ച് വലിക്കുന്നതിന് തുല്യമാണ് ഇവർ ചെയ്തത് എന്ന് അവർ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല എന്ന് റെസ്പോണ്ട് ചെയ്യാൻ ആരും ചിലപ്പോൾ തയ്യാറായെന്ന് വരില്ല. ആശുപത്രികൾ, അവർ അനുബന്ധ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള കടകൾ, ഇതെല്ലാ പ്രാവശ്യവും പറയുന്നതാണ്. ഓഫീസുകള്, കടകള്, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, അതൊക്കെ 8 മണി വരെ അടച്ചിടുന്നു. ഇതാണ് ബോർഡ് ഭാരവാഹികളുടെ സേവ് വഖഫ്, സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബന്ദ് ദിവസങ്ങളില് പാൽ വിതരണവും മുടങ്ങും, പത്ര വിതരണവും മുടങ്ങും, എല്ലാം മുടങ്ങും. കാരണം റോഡ് നിറച്ച് കല്ലും മണ്ണും അവർ കാര്യങ്ങളിലേക്ക് കൊണ്ടിട്ടുള്ളത്. അവരവരുടെ വാഹനം പുറത്തിറക്കും. ഒരു കല്ല് പോലെ ഏതൊരു പയ്യൊരു കല്ലെടുത്ത് എറിഞ്ഞു. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇത് അന്നത്തെ ദിവസം ഭാരതം ക്ലോസ് ആയി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വഖഫ് ഭേദഗതി കുറെ കാലമായിട്ട് ഇവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അതിന്റെ ബില്ല് 2025 ബില്ല് നിയമത്തിനെതിരായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ബന്ധം സമാധാനപരമായിട്ട് ആരും നടത്തിയ ചരിത്രമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് എല്ലാ ബന്ധം സമാധാനപരമായിരിക്കുമെന്ന് ഒരു സ്ഥിരം പല്ലവി പുറപ്പെടുവിക്കാറുണ്ട് ബന്ധു പ്രഖ്യാപിക്കുന്നവര്. നിയമത്തെക്കുറിച്ച് സംസാരിക്കാൻ, എന്താണ് ഈ വഖഫ് ഭേദഗതി ബില്ല് 2005, അതിനെക്കുറിച്ച് സംസാരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ പങ്കാളിത്തം അത് ഉറപ്പാക്കാനും വേണ്ടി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള മൗലാന ഖാലിദ് സൈഫുള്ള റഹ്മാനി അദ്ദേഹം ഉൾപ്പെടെയുള്ള ബോർഡ് ഭാരവാഹികൾ പള്ളിയിലെ ഖത്തീബുമാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം ഇതിന്റെ ഡീറ്റെയിലുകൾ
വഖഫ് നിയമം എന്തിനു കൊണ്ടുവരുന്നു, എന്താണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള്, അത് മുസ്ലിം സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നിത്യാദി കാര്യങ്ങള് എല്ലാ പള്ളികളിലും വിശദീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അന്നത്തെ ദിവസം. അതിനുവേണ്ടി ബന്ദ് എന്തിനാ പ്രഖ്യാപിച്ചത്? ജനങ്ങളുടെ ശ്രദ്ധ ഏറ്റുമാറാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനിത് പറയുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു പ്രത്യേക ദിവസത്തിന്റെ അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രത്യേക ദിവസത്തിന്റെ പ്രത്യേക ഒരു ഓസ്പീഷ്യസ്നെസ്, അതാണ് ഞാൻ പറയുന്നത്. അത് അവരുടെ മനസ്സിനകത്ത് വലിയ ചാഞ്ചാട്ടം ഉണ്ടാക്കും. ഇത് ഞങ്ങൾക്കെതിരെ തന്നെയാണെന്നുള്ള ബോധം വെച്ചുകൊണ്ടായിരിക്കും സംഘപരിവാർ സംഘടനകൾ രംഗത്തിറങ്ങുക. ഇതല്ലാത്ത വേറൊരു ദിവസമാണ് ഈ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ അത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ബന്ദ് സമാധാനപരമായിട്ട് 3-ാം തീയതി നടന്നു പോവുകയാണെങ്കിൽ ആകട്ടെ. ഞാൻ വീണ്ടും പറയാണ്, ഇന്നത്തെ സാഹചര്യത്തില് മുസ്ലിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഒരു ബന്ദ് വിജയദശമി ദിവസത്തിന്റെ അവസാനം, 100-ാം വാർഷിക ദിവസത്തിന് ആർഎസ്എസിന്റെ 100-ാം വാർഷിക ദിവസത്തിന്റെ തുടക്കം ആ സമയത്ത് കൊണ്ടുവച്ചത് അത് അപകടത്തിലേക്ക് നീങ്ങാൻ, കലാപത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കാര്യമായിട്ട് ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആയതുകൊണ്ട് തന്നെ ബന്ദ് മാറ്റിവെക്കുന്ന കാര്യത്തില് അതിനുവേണ്ടി ഒരു പുനർവിചിന്തനം ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് കമ്മിറ്റി എടുക്കണം എന്നാണ്. അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറഞ്ഞത് മാത്രം. അതല്ലെങ്കിൽ അത് മതി, അതിനൊപ്പം ഒരു തീപ്പൊരി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ അറ്റം വരെ പൊട്ടുമെന്നുള്ള ആൾക്ക് യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ ഐ ലവ് മുഹമ്മദ് എന്നൊരു ബോർഡും തൂക്കി. അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഐ ലവ് മുഹമ്മദ് എന്ന ബോർഡും തൂക്കി മുസ്ലിങ്ങള്, ഒരു കൂട്ടം മാളികള് അവരവരുടെ കടയുടെ മുമ്പില് അവരവരുടെ മൊബൈലിനകത്ത് ഐ ലവ് മുഹമ്മദ് എന്നുള്ള ബോർഡ് തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത്ര നാളും ഇല്ലാത്ത രീതിയിൽ ഐ ലവ് മഹാദേവൻ, ഐ ലവ് ശ്രീകൃഷ്ണൻ, ഐ ലവ് ശ്രീറാം, ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുക്കളിൽ ഒരു കൂട്ടം ആൾക്കാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിന് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരക്കെ പരക്കെ അറസ്റ്റുണ്ട്, തല്ലിപ്പൊളിക്കലുണ്ട്, പോലീസുകാർക്കെതിരെ കല്ലേറും ലഹളയും ഒക്കെ നടക്കുന്നുണ്ട്. ആ അഗ്നി പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലേക്ക് നെയ്യ് പോലും ഒഴിക്കുന്നത് ഈ ബന്ദ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇന്നത്തെ ഭാരതത്തിൽ, വ്യക്തമാക്കുകയാണെങ്കിൽ RSS ഭരിക്കുന്ന ഭാരതത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐ ലവ് മുഹമ്മദ് എന്ന പ്രസ്ഥാനവും ഈ ഭാരത ബന്ധും എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ഗുണമെന്താണ്, അതിന്റെ നഷ്ടം എന്താണ്, നേട്ടം എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മുസ്ലിം സംഘടനകൾ അഥവാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്? ചിന്താ വിഷയമാണിത്. അവസാനം പറയാനുള്ളത്, അത് പറയാനൊരു ബാധ്യത കൊണ്ട് പറയുകയാണ്, ഒരു പ്രശ്നവുമില്ലാതെ ഈ ബന്ധം അതിന്റെ പരിക്കങ്ങൾ ഒഴുകി പോകട്ടെ, അത്രയും പറയാനുള്ളൂ. നമസ്കാരം.